അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 തിങ്കളാഴ്ച. കേരളത്തിലെ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ. മന്ത്രിമാരെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക കൈമാറി. ഇന്ന് രാവിലെ 10-ന് മുഖ്യമന്ത്രിയടക്കം എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 മന്ത്രിമാർ. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, M ലിജു, T സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. 2.5 വർഷത്തിനു ശേഷം IC ബാലകൃഷ്ണൻ മന്ത്രിയാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. VD സതീശൻ മന്ത്രിസഭയിൽ ഘടക കക്ഷികളിൽ നിന്ന് 9 മന്ത്രിമാർ. 5 മന്ത്രിമാരുമായി മുസ്ലിം ലീഗ്. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിന്റെ മന്ത്രിമാർ. 2.5 വർഷം കഴിഞ്ഞാൽ ഇവരിൽ ഒരാളെ മാറ്റി പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫും RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് CP ജോണും മന്ത്രിയാകും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിലെ അപ്പു ജോസഫിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബും KDPയുടെ മാണി C കാപ്പനും മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിടും. ഓരോ മന്ത്രിമാർക്കുമുള്ള വകുപ്പുകൾ തീരുമാനിച്ചെങ്കിലും അന്തിമ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ആർക്കും നൽകിയിട്ടില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇന്ന് രാവിലെ 10-ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങി. വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ ഉണ്ടാകാവൂ എന്ന് ഗവർണറുടെ ഓഫീസ് നിർദ്ദേശിച്ചു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും വേദിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനാണ് ഈ നീക്കം. CPM കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം. പിണറായിയുടെ ശൈലിയാണ് തോൽവിക്ക് കാരണം. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാകും. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയതിനെതിരെയും വിമർശനമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഓരോ വാർത്താ സമ്മേളനവും ജനങ്ങളെ വെറുപ്പിക്കുന്നതായിരുന്നു. ന്യൂനപക്ഷങ്ങളെ അകറ്റി. KK ശൈലജയെ തോൽപ്പിക്കണമെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടായി. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കരുതായിരുന്നെന്നും വിമർശനം ഉയർന്നു. നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും പിണറായി വിജയനെ തെരഞ്ഞെടുത്ത CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ പോളിറ്റ് ബ്യൂറോയിലെ 6 അംഗങ്ങൾ എതിർത്തു. പോളിറ്റ് ബ്യൂറോയിലെ 11 പേരും അംഗീകരിച്ചതോടെ എതിർപ്പ് തള്ളിപ്പോയി. ഓൺലൈനായാണ് PB യോഗം ചേർന്നത്. പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്ന പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് പാർട്ടിക്ക് ഗുണമാകില്ലെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിച്ചത്. VD സതീശൻ മന്ത്രിസഭയിൽ അപ്രമാദിത്വം ഉറപ്പിച്ച് KC വേണുഗോപാൽ പക്ഷം. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തെങ്കിലും തനിക്കൊപ്പമുള്ള 9 പേരെ KC വേണുഗോപാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിച്ചു. സതീശനൊപ്പം മുരളീധരന് മാത്രമാണ് മന്ത്രിപദവി കിട്ടിയത്. ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ആർക്കും മന്ത്രിസഭയിൽ കയറിപ്പറ്റാനായില്ല. ആദ്യം മന്ത്രിപട്ടികയിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ, VT ബൽറാം എന്നിവർ പുറത്തായി. സത്യപ്രതിജ്ഞ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം. സത്യപ്രതിജ്ഞ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രധാന ഗേറ്റിലൂടെ VIPകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. രാവിലെ 8-നകം എത്തണം. 9-ന് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണാൻ നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തില്ല. UDF മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പിനായി പിടിവലി. ജലവിഭവ വകുപ്പ് തന്നെ വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും RSPയും. 2 മന്ത്രിസ്ഥാനമെന്നാവശ്യം 1 മന്ത്രിയും ചീഫ് വിപ്പുമെന്ന ഒത്തുതീർപ്പിന് വഴങ്ങിയ ജോസഫ് ഗ്രൂപ്പ് വകുപ്പ് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഒടുവിൽ ജോസഫ് ഗ്രൂപ്പിന് തന്നെ ജലവിഭവ വകുപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാർ സംബന്ധിച്ച് അസംബന്ധം പ്രചരിപ്പിക്കരുതെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ.
ഏതു കാർ, എന്ത് നിറമുള്ള കാർ എന്നീ കാര്യങ്ങളിലൊന്നും നിർബന്ധമില്ല. അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനാണ് ഇത്. മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാർ പഴയ മന്ത്രിമാരുടെ കാറുകൾ തന്നെ ഉപയോഗിക്കും. VN വാസവൻ ഉപയോഗിച്ച കാറായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ ഉപയോഗിക്കുക. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവസാനമായി വാങ്ങിയതും ഏറ്റവും കുറവ് ദൂരം ഓടിയതുമായ കാറാണ് ഇത്. കേരളത്തിൽ ഭാവിയിൽ BJP അധികാരത്തിലെത്തുമെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA G. സുധാകരൻ. ഇപ്പോൾ 3 MLA-മാരുള്ള BJPക്ക് കേരളത്തിൽ വോട്ട് കൂടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ G. സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. പോലീസ് സ്റ്റേഷനുകളുടെ ഭരണച്ചുമതല SI-മാർക്ക് തന്നെ തിരിച്ചു നൽകും. പ്രതിവർഷം 3000 FIR ഉള്ള സ്റ്റേഷനിൽ മാത്രം സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി തുടരും. B-C ക്ലാസ് സ്റ്റേഷനുകളിൽ SI-മാർക്ക് ചുമതല നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കി. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആലപ്പുഴയ്ക്ക് മുഖ്യമന്ത്രി പദം നഷ്ടമായല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭയിൽ ആലപ്പുഴയ്ക്ക് മികച്ച പ്രാതിനിധ്യമുണ്ടാകുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയായെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്ന് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. അധികാരമുറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിൽ യോഗനാഥം എഡിറ്റോറിയലിലാണ് രൂക്ഷ വിമർശനം. ശിവഗിരി മഠവുമായി ബന്ധമുള്ള 6 പേരെ മന്ത്രിമാരാക്കണമെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ ദുൽഹജ് 1 നാളെയും ബലിപെരുന്നാൾ മെയ് 28-നുമായിരിക്കുമെന്ന് മഹല്ല് ജമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC മിക്കോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിജയകരമായി നങ്കൂരമിട്ടു. സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ വിഴിഞ്ഞത്തെ ട്രാൻസ് ഷിപ്മെന്റ് പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം ഘാനയിലേക്ക് തിരിക്കും. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ അംഗം V. ഗീത അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. കൂടരഞ്ഞി കൂമ്പാറ മുണ്ടുമല ഇളംപുള്ളിയിൽ ജെയ്സണാണ് മരിച്ചത്. താമരശ്ശേരിയിലും 4 പേർക്ക് മിന്നലേറ്റു. പുതുപ്പാടിയിൽ വീടിനകത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. മരിച്ച സോനയും ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് രജൻലാലും തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നെന്നും അതൊരു സാധാരണ അപകടമല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പുതിയ ജനസംഖ്യാ നയം വിവരക്കേടാണെന്ന് CPI നേതാവ് P. സന്തോഷ് കുമാർ MP. 3ാമത്തെയും 4ാമത്തെയും കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നടപടി വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് NDAയ്ക്കുള്ളിൽ നിന്നെന്ന് കണ്ടെത്തൽ. ചോദ്യക്കടലാസ് തയ്യാറാക്കിയവരും പരിഭാഷകരും CBI നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നോ എന്നും CBI പരിശോധിക്കുന്നു. മോദി സർക്കാരിനെ വിമർശിച്ചതിനാൽ ഹൈക്കോടതി ജഡ്ജി പദവി നിഷേധിച്ച അഭിഭാഷകനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച് വിജയ് സർക്കാർ. R. ജോൺ സത്യനെയാണ് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. 2022-ൽ ജസ്റ്റിസ് വിക്ടോറിയ ഗൌരിക്കൊപ്പം ജോൺ സത്യനെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ മോദിയെ വിമർശിച്ച് ലേഖനമെഴുതി എന്ന IB റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു.
DMK AIADMK സഖ്യശ്രമങ്ങളിൽ താൻ ഇടനിലക്കാരനായിട്ടില്ലെന്ന് സൂപ്പർ താരം രജനീകാന്ത്. സ്റ്റാലിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല. വിജയനോട് അസൂയയില്ല. MGRനെ പോലെ മികച്ച നേട്ടമാണ് വിജയ് നേടിയത്. താൻ രാഷ്ട്രീയത്തിലിറങ്ങിയിരുന്നെങ്കിൽ 100% വിജയിക്കുമായിരുന്നുവെന്നും രജനീകാന്ത് പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിലുണ്ടായ അക്രമങ്ങളിൽ നീതി തേടി നാഗ, കുക്കി, സോ വിഭാഗങ്ങൾ തെരുവിലിറങ്ങി. 3 ക്രൈസ്തവ സഭാ നേതാക്കൾ കൊല്ലപ്പെട്ടതും നോനി ജില്ലയിൽ ഒരു നാഗ വംശജൻ കൊല്ലപ്പെട്ടതുമാണ് പുതിയ പ്രതിഷേധങ്ങൾക്ക് കാരണം. കുക്കി വിഭാഗത്തിന്റെ കസ്റ്റഡിയിലുള്ള 6 നാഗ വംശജരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നാഗ സംഘടനകൾ റാലി നടത്തി. തങ്ങളുടെ 14 പേരെ വിട്ടയക്കണമെന്ന് കുക്കി, സോ സംഘടനകളും ആവശ്യപ്പെടുന്നു. നേരത്തെ ഇരുവിഭാഗങ്ങളും 28 പേരെ വിട്ടയച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് ഇന്ത്യയുടെ LPG കപ്പൽ ഗുജറാത്ത് തീരത്തെത്തി. 20,000 ടൺ പാചകവാതകവുമായാണ് സിമി എന്ന LPG കപ്പൽ ഗുജറാത്തിലെ കാൻഡിലയിലുള്ള ദീൻ ദയാൽ തുറമുഖത്ത് എത്തിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കാനുള്ള പദ്ധതി ഉടനെ നടപ്പാക്കുമെന്ന് ഇറാൻ. ലോകം പുതിയൊരു ക്രമത്തിന്റെ പടിവാതിലിലാണെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പ്രസ്താവിച്ചു. അബുദാബിയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണം. ജനറേറ്ററിന് തീപിടിച്ചെങ്കിലും പ്ലാന്റിന്റെ സുരക്ഷയെ ബാധിച്ചിട്ടില്ലെന്നും റേഡിയേഷൻ ഭീഷണിയില്ലെന്നും അധികൃതർ അറിയിച്ചു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഇറാന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് ഇറാന്റെ IRIB മാധ്യമം റിപ്പോർട്ട് ചെയ്തു. UAEക്ക് പിന്നാലെ സൌദി അറേബ്യയ്ക്ക് നേരെയും ഇന്നലെ ആക്രമണമുണ്ടായി. സൌദിയിലേക്ക് വന്ന 3 ഡ്രോണുകൾ തകർത്തു. ഇറാഖ് വ്യോമ അതിർത്തിയിൽ നിന്നാണ് സൌദിക്ക് നേരെയുള്ള ആക്രമണമുണ്ടായത്. സൈനിക വിമാനങ്ങളിൽ ചെലവ് കുറഞ്ഞ ഡ്രോൺ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ച് UK. ഹോർമുസ് തുറക്കാൻ പടക്കപ്പൽ അയക്കാൻ തീരുമാനിച്ചതിന് പിറകെയാണ് ഇത്. അതിനിടെ ഹോർമുസിലൂടെ ഇറാൻ കൂടുതൽ കപ്പലുകൾ കടത്തിവിട്ടു തുടങ്ങി. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടെ സ്വാധീനം വിപുലീകരിക്കാനാണ് ഇറാന്റെ പുതിയ നീക്കം. കന്യകയായ പെൺകുട്ടിയുടെ മൌനത്തെ വിവാഹത്തിനുള്ള സമ്മതമായി കണക്കാക്കാമെന്ന പുതിയ നിയമവുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. പുതിയ കുടുംബ നിയമപ്രകാരമാണ് ഇത്. റഷ്യയിലെ മോസ്കോയിൽ ഞായറാഴ്ച നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ അതിമാരകമായ എബോള വൈറസിന്റെ പുതിയ വകഭേദം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. IPLൽ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തി ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 4 പന്തും 5 വിക്കറ്റും ബാക്കി നിർത്തി ഡൽഹി മറികടന്നു. 42 പന്തിൽ 56 റൺസ് എടുത്ത KL രാഹുലാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. FA കപ്പിൽ കരുത്തരായ ചെൽസിയെ തോൽപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സിറ്റിയുടെ വിജയം. സിറ്റിയുടെ 8ാം FA കപ്പ് കിരീട നേട്ടമാണ് ഇത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.